അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1432. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന മഅ ഇഹ്ദാ നിസാഇഹി, അവിടുത്തെ ഭാര്യമാരിൽ ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയായി. ഫമറ ബിഹി റജുലുൻ, ആ വഴിക്ക് ഒരാളിങ്ങനെ നടന്നുപോയി. ഫദഅഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. ഫജാഅ, അദ്ദേഹം വന്നു. ഫഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഫുലാൻ, ഹാദിഹി സൗജത്തി ഫുലാന, ഓ മനുഷ്യ, എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഇന്നാലിന്ന ഭാര്യയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കുന്തു അദുന്നു ബിഹി, ഞാൻ ആരെ കൊണ്ടാ തെറ്റിദ്ധരിക്കുന്നത്? ഫലം അകുന്ന അദുന്നു ബിക, തങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഫഖാല, അപ്പൊ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജറദ്ദമി, നിശ്ചയമായും പിശാജ് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാജ് സഞ്ചരിക്കും. അതല്ലെങ്കിൽ മനുഷ്യനിൽ രക്തസഞ്ചാരം ഉണ്ടാകുന്ന കാലത്തോളം അവനെ പിശാജ് സ്വാധീനം ചെലുത്തും, പല തെറ്റിദ്ധാരണകളും അവൻ ഉണ്ടാക്കും. അപ്പൊ ഈ ഹദീസിലൂടെ മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുന്നത്, നബി തങ്ങളെ കുറിച്ച് ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടല്ല, നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തെറ്റിദ്ധരിക്കാൻ, തെറ്റിദ്ധാരണ തിരുത്തണം. തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നാം ഒരാളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതോടുകൂടെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി നിൽക്കണം, മാറി നിൽക്കണം എന്നൊരു വലിയൊരു സന്ദേശമാണോ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. നാം എപ്പോഴും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണക്ക്, ഒരാളെക്കുറിച്ചും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഒരാണും ഒരു പെണ്ണും സംസാരിക്കുന്നത് കാണുമ്പോൾ അത് ഏതോ അന്യ പെണ്ണാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒന്നിരിക്കും അവരുടെ ഭാര്യയായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ സഹോദരി ആയിരിക്കാം, അങ്ങനെ വിചാരിക്കാലോ. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തത് ഇങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കുക. നാം മറ്റൊരാളെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാനും ശ്രമിക്കണമെന്നാണ് ഈ ഹദീസ് നൽകുന്നത്. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.